നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ ഇടതുപക്ഷത്തിനും സിപിഎമ്മിനുമെതിരെ വിമർശനവുമായി പി.വി. അൻവർ വീണ്ടും രംഗത്ത്. നിലമ്പൂരിൽ മത്സരിക്കാൻ സിപിഎമ്മിന് സ്ഥാനാർത്ഥിയില്ലെന്നും നാട് മുഴുവനും സ്ഥാനാർത്ഥിക്കായുള്ള പരക്കം പാച്ചിലാണെന്നും പി.വി. അൻവർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്നും പി.വി. അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നും അൻവർ പറഞ്ഞു. സിപിഎമ്മിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിപ്പിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് സിപിഎം മാറിയെന്നും അൻവർ പറഞ്ഞു. ഇപ്പോൾ നാട് മുഴുവൻ സ്ഥാനാർത്ഥിക്കായുള്ള പരക്കം പാച്ചിലാണെന്നും താൻ ഉന്നയിച്ച വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും പി.വി. അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ യു.ഡി.എഫിന്റെ വിജയം പി.വി. അൻവറിന്റെ നേട്ടമായി വിലയിരുത്തപ്പെടുമെന്നതിനാൽ സിപിഎമ്മിന് ഇത് അഭിമാന പോരാട്ടമാണ്. സിപിഎം ചിഹ്നത്തിൽ ഒരു എം.എൽ.എ ഉണ്ടായിട്ടില്ലാത്ത മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. നിലമ്പൂർ മണ്ഡലത്തിന് കീഴിൽ 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണുള്ളത്. കോൺഗ്രസിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗം എ.പി. അനിൽകുമാറിനും സിപിഎം എം സ്വരാജിനും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞ നിലമ്പൂർ ഇനി ആർക്കൊപ്പം എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ നടപടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത മാസം തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് സൂചന. അന്തിമ വോട്ടർ പട്ടിക മെയ് 5 പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.